സർവസ്തുതിയും എന്ന പ്രഖ്യാപനമാണ് അവിടെ മുഴുക്കെ കേൾക്കുക. ഇത് ഇത്രയും ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എന്താണ് സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രഖ്യാപനം കൊണ്ട് നാം എന്താണ് പറയുന്നത് എന്ന് ഏതാണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. തൊട്ടുടനെ പറയുന്നു അർ റഹ്മാനു റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ദൈവത്തിന്റെ കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു കതബ റബ്ബുകും അലാ നഫ്സിഹി റഹ്മ, നിന്റെ നാഥൻ കാരുണ്യം സ്വന്തം ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പടച്ച തമ്പുരാൻ സൃഷ്ടികർമ്മം നിർവഹിച്ചതിന് ശേഷം, പൂർത്തിയാക്കിയതിനു ശേഷം അർഷിൽ ഒരു വാചകം എഴുതി ചേർത്തിരിക്കുന്നു. എന്താണ് ആ വാചകം? എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു, അന്ന റഹ്മത്തി സബഖത്ത് ഗളബി എന്നാണ് രേഖ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുമേനി പറയുന്നു, അള്ളാഹു തആല കാരുണ്യത്തെ സൃഷ്ടിച്ചതിന് ശേഷം അതിനെ 100 ഭാഗങ്ങളാക്കി ഭാഗിച്ചതിന് ശേഷം 99 ഭാഗവും തൻ്റെ കൈവശം വെക്കുകയും ഒരംശം ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഒരംശം കൊണ്ടാണ് പക്ഷികളും പ്രാണികളും മൃഗങ്ങളും മനുഷ്യരും ജിന്നുമൊക്കെ പരസ്പരം കാരുണ്യം കാണിക്കുന്നത്. ഈ ഒരംശം കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 99 അംശം കാരുണ്യവും കൈവശം വെച്ച അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ഓർത്തു നോക്കേണ്ടതുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ ആരുടെയും പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ നിങ്ങളെ രക്ഷിക്കുകയില്ല എന്ന്. അപ്പോൾ അവർ ചോദിച്ചു, പ്രവാചകരെ, താങ്കളും അങ്ങനെ തന്നെയാണോ? താങ്കളുടെ കാര്യവും പ്രവർത്തനം കൊണ്ട് താങ്കളും രക്ഷപ്പെടുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, ഞാനും അങ്ങനെ തന്നെ, ഞാനും ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അള്ളാഹു തൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ മൂടിയാലല്ലാതെ എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന ഈ വലിയ ഗുണത്തെയാണ് നമ്മൾ അർ റഹ്മാനു റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഉരുവിടുന്നത്. തൊട്ടുടനെ നമ്മൾ പറയുന്നു മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യൗമഹും ബാരിസൂൻ, എല്ലാ മറകളും നീക്കി ജനങ്ങൾ ഒന്നടങ്കം പുറപ്പെട്ടു വരുന്ന ദിവസം. ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈ, അവരിൽ നിന്ന് യാതൊന്നും അന്നേ ദിവസം മറച്ചു വെക്കുന്നതായിട്ട് യാതൊന്നും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന് മുമ്പിൽ ഒന്നും മറച്ചു വെച്ചതായി അന്നും ഉണ്ടാവുകയില്ല. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ആധിപത്യം ആർക്കാണ് എന്ന് ചോദിക്കുന്നു. എല്ലാ ആളുകളും പറയുന്നു, എല്ലാ ഭാഗത്തു നിന്നും പറയുന്നു ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവിന് മാത്രമാകുന്നു ഇന്നത്തെ ആധിപത്യം. അയിന മുലൂക്കുൽ അർദ്, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ? അയിനൽ ജബ്ബാറൂൻ, എവിടെ ഭൂമിയിലുള്ള അതിക്രമകാരികൾ? അയിനൽ മുതകബ്ബിറൂൻ, ഭൂമിയിൽ അഹങ്കരിച്ച് നടന്നിരുന്ന ആളുകൾ എവിടെ? ആരെയും ഇന്ന് കാണുന്നില്ല. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് ആധിപത്യം? അള്ളാഹുവിന് മാത്രമാണ്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, മുഴുവൻ ജനങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പാകെ നിൽക്കുന്ന സന്ദർഭം അതാണ് നമ്മൾ ഓർത്തുകൊണ്ടാണ് പറയുന്നത് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് അത് ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പിന്നീട് നമ്മൾ അള്ളാഹുവോട് പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് കൊടുക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇബാദത്ത് അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും എല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഭൂമിയിൽ അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന വസ്തുക്കളുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അത്തരം വസ്തുക്കളെയെല്ലാം നമ്മൾ അങ്ങേയറ്റം വർജിക്കുന്നു എന്നതാണ് സത്യം. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിനോടാണ് അവനോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ഷൈഇൻ, അള്ളാഹുവോടാണ് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്, ആവലാദികളുണ്ട്, സങ്കടങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അള്ളാഹു അല്ലാത്ത ആളുകളുടെ പിന്നാലെ പോകുന്ന വിഡ്ഢിത്തം വിശ്വാസികളായ ഞങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല. ഞങ്ങൾ നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് നാം ആവശ്യപ്പെടുന്നു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ.
അബദ്ധജടിലമായ ഒരുപാട് മാർഗങ്ങളുള്ള ഈ ലോകത്ത്, അസത്യമായ ദർശനങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സത്യമായ പന്താവിലൂടെ ഞങ്ങളെ നീ നയിക്കണമേ, ഞങ്ങൾക്ക് നീ സൽപന്താവ് കാണിച്ചു തരണമേ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പാകെ വെക്കുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടേതായ മാർഗം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, വഴിവിഴച്ചവരുടെയോ നിന്റെ കോപത്തിനിരയായവരുടെയോ മാർഗമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ പ്രഖ്യാപനത്തിലൂടെ, ഫാത്തിഹയിലെ ഈ പ്രഖ്യാപനത്തിലൂടെ മുഴുവൻ മനുഷ്യരെയും രണ്ട് വിഭാഗമാക്കി നമ്മൾ മാറ്റുകയാണ്. ഒന്ന്, അള്ളാഹു അനുഗ്രഹിച്ചവരുടേതായ മാർഗം. അള്ളാഹുവിന് അനുഗ്രഹം കിട്ടിയ ആളുകൾ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ, അങ്ങനെ എല്ലാ സജ്ജനങ്ങളായ ആളുകളുടെയും ഒരു വിഭാഗം. മറുവശത്ത് സ്വയം വഴിപിഴക്കുകയും മാത്രമല്ല മറ്റുള്ളവയെ വഴിപിഴപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായി തീർന്നിട്ടുള്ള ദുർജനങ്ങളായ ആളുകൾ, നമ്രൂദ്, ഫിർഔൻ, അബൂലഹബ്, അബൂജഹൽ, അങ്ങനെയുള്ള എല്ലാ ദുർജനങ്ങളും മറ്റൊരു ഭാഗമായി മറ്റൊരു വശത്ത് നാം ആവശ്യപ്പെടുന്നത് ഈ ആളുകളുടെ മാർഗമല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ഇരയായിട്ടുള്ള, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ സജ്ജനങ്ങളുടെ മാർഗമാണ് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാര്യം ചോദിച്ചുകൊണ്ട് നമ്മൾ ഇമാം ആ വലദ്ദാലീൻ എന്ന് പറയുന്നതോടുകൂടി മഅ്മൂമികളെല്ലാവരും ഇമാമിൻ്റെ കൂടെ ആമീൻ, ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന മനസ്സോടുകൂടി ഉറക്കെ ആമീൻ പറയുന്നു. നമ്മൾ ഇമാമിൻ്റെ കൂടെ ഒന്നിച്ച് ആമീൻ പറയുമ്പോൾ നമ്മളുടെ കൂടെ അള്ളാഹുവിൻ്റെ മലക്കുകളും ആമീൻ പറയുന്നുണ്ട്. അള്ളാഹു ഇത് സ്വീകരിക്കണമേ എന്നാണ് ആ പറച്ചിലിലൂടെ, ആ പ്രഖ്യാപനത്തിലൂടെ നാം അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ സാരവത്തായ, ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാൻ അർഹമായ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഖുർആനിൽ നിന്ന് ചെറിയ സൂറയോ ഏതാനും ആയത്തുകൾ ഓതിക്കൊണ്ടാണ് അടുത്ത നമസ്കാരത്തിൽ തന്നെ നമ്മോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അടുത്ത ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന വളരെ ഗംഭീരമായ ഈ പ്രാർത്ഥന, അതിൻ്റെ എല്ലാവിധ ചൈതന്യത്തോടും കൂടി ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.